Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രോസ് കീവേഡ് എന്താണ്, ജാവയിൽ അതിന്റെ യൂസേജ് എന്താണെന്നാണ്. അപ്പോൾ ത്രോസ് കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എക്സെപ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ മെത്തേഡ് ഡിക്ലെയർ ചെയ്യുക, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഒരു എക്സെപ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രോസ് കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമറിന് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്, ഇതിനകത്തൊരു എക്സെപ്ഷൻ വരാം. ഓക്കെ, അപ്പൊ ഈ മെത്തേഡിൽ ഇങ്ങനെ ഒരു എക്സെപ്ഷൻ വരാം. അപ്പൊ നിങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ നോർമൽ ഫ്ലോ തടസ്സപ്പെടും. മനസ്സിലായോ? അപ്പൊ പ്രോഗ്രാമറിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഇതിനെ കോൾ ചെയ്യാണ്, അതിനൊരു വാർണിംഗ് കൊടുക്കുകയാണ്, ഇതിനകത്തൊരു എക്സെപ്ഷൻ, ഈ പറയുന്ന ഒരു എക്സെപ്ഷൻ വരാം. അങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള കോഡ് നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളത്. പിടികിട്ടിയല്ലോ? ഇപ്പൊ ത്രോസ് കീവേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി ഇതിന്റെ സിന്റാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ത്രോസ് കീവേഡ് യൂസ് ചെയ്യുന്നത്? റിട്ടേൺ ടൈപ്പ്, മെത്തേഡ് നെയിം, ത്രോസ്, പിന്നെ ഏതാണ് എക്സെപ്ഷൻ എന്ന്. അതായത് റിട്ടേൺ ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മെത്തേഡ് എഴുതുമ്പോൾ എങ്ങനെയാണ്, ഇപ്പൊ വോയിഡ് മെത്തേഡ് നെയിം അല്ലെ ഇന്റ് മെത്തേഡ് നെയിം. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം ത്രോസ് കീവേഡ് കൊടുത്തിട്ട് ഏത് എക്സെപ്ഷൻ ആണെന്ന് കൊടുക്കുക, എന്നിട്ട് ആ മെത്തേഡിനകത്ത് നമ്മൾ കോഡ് എഴുതും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ നോർമൽ സിന്റാക്സ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ത്രോയും ഉണ്ട് ത്രോസും ഉണ്ട്. ഞാനിപ്പോ പറയുന്നത് ത്രോസിന്റെ കാര്യമാണ്. ത്രോ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെത്തേഡിനകത്താണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ ത്രോ എന്ന് പറയുന്നത് നമ്മൾ മെത്തേഡിനകത്തും ത്രോസ് എന്ന് പറയുന്നത് നമ്മൾ മെത്തേഡിന്റെ കൂടെയുമാണ് യൂസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. പിടികിട്ടിയല്ലോ? ഇനി ഈ ത്രോസിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന്, അതായത് ആ കോളർ മെത്തേഡിന് ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്നുള്ള ഒരു വാർണിംഗ് കൊടുക്കുന്നു. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ത്രോസ് കീവേഡ് എന്താണ്, അതിന്റെ സിന്റാക്സ് എന്താണ്, അഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ജസ്റ്റ് ഒരു പ്രോഗ്രാമോടെ കാണിക്കുമ്പോൾ അത് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഞാൻ എന്താ ഇവിടെ 2 ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റീഡ് ഫയൽ എന്ന് പറഞ്ഞൊരു ക്ലാസ്സും പിന്നെ റീഡും. ഓക്കെ, അപ്പൊ ഞാനൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ എന്റെ കൂടെ വേറൊരാൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് കിട്ടിയ മൊഡ്യൂളാണ് ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യാനുള്ള കോഡ് എഴുതുക എന്നുള്ളത്. ഓക്കെ, പിന്നെ ഫയലിലോട്ട് റൈറ്റ് ചെയ്യാനുള്ള കോഡ്. ഇത് രണ്ടും എന്റെ മൊഡ്യൂളാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഫയൽ റീഡ് ചെയ്യാനുള്ള ഒരു കോഡാണ് എഴുതിയിരിക്കുന്നത്, റീഡ് ഫയൽ. അതിനകത്ത് എഴുതിയിരിക്കുന്ന കോഡ് ഞാൻ ഇതിനു മുമ്പേ എങ്ങനെയാണ് ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഫയലിലോട്ട് റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഐ ബട്ടണിലുണ്ട്, കാണാത്തൊരു കാണാം. ആ സെയിം കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ കോഡിനെ കുറിച്ച് ഓവർബോധഡ് ആവണ്ട, ജസ്റ്റ് ത്രോസ് എന്തിനാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ഫയൽ ad.txt ഡെസ്ക്ടോപ്പ് ഈ ലൊക്കേഷനിൽ കിടക്കുന്ന ഒരു ഫയലിനെ റീഡ് ചെയ്യാണ്. എന്നിട്ട് അത് സ്കാനറിന്റെ ഒബ്ജക്റ്റിനകത്തോട്ട് പാസ് ചെയ്തു. അപ്പൊ അവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, അതെന്താന്ന് പറയാം. എന്നിട്ട് അതൊരു വൈൽ ലൂപ്പിനകത്ത് കൊടുത്ത് ഈ സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് ഹാസ് നെക്സ്റ്റ് വിളിക്കുകയാണ്. നെക്സ്റ്റ് ലൈൻ ഉള്ളപ്പോൾ വരെ റീഡ് ചെയ്യുക, എന്നിട്ട് ഒരു സ്ട്രിങ്ങിലോട്ട് കോൺകാറ്റിനേറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യുക. ജസ്റ്റ് അത്രേ റീഡ് ഫയലിനകത്ത് കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് 2 ഫിക്സ് പറയുന്നുണ്ട്. ഒന്നുകിൽ ത്രോസ് ഡിക്ലറേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ സറൗണ്ട് വിത്ത് ട്രൈ ക്യാച്ച്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ത്രോസ് ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. ഞാനിപ്പോ ട്രൈ ക്യാച്ച് കൊടുക്കുകയാണ്. ഞാൻ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടാവുന്നതിനെ ഹാൻഡിൽ ചെയ്യാണെന്നാണ്. ഇപ്പൊ ഞാനിത് ഹാൻഡിൽ ചെയ്യുന്നില്ല. അതായത് ഞാൻ എന്റെ കോഡിനകത്ത്, എന്റെ മെത്തേഡിനകത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഫയലിനെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ഇൻഡിക്കേഷൻ ആണ്, ഇങ്ങനെ ഒരു എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അത് അങ്ങനെ ഒരെണ്ണം ഒക്കർ ചെയ്താൽ അത് നിങ്ങളുടെ റിക്വയർമെന്റിന് അനുസരിച്ചുള്ള രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വാർണിംഗ് കൊടുക്കുകയാണ് ഈ ത്രോസ് വെച്ചിട്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഫയൽ റീഡ് ചെയ്യുന്നതല്ലേ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, ഇങ്ങനെ ഒരു എക്സെപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് കൊടുത്തു. ഇനി ജസ്റ്റ് ഞാൻ ഒരു ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യുന്ന ഒരു കോഡ്, അത് ഞാൻ ഫുൾ കോഡ് എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ലൈൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ കോഡല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും ഞാൻ ഇവിടെ ഒരു എറർ വരുന്നുണ്ട്. അപ്പൊ അവിടെയും ഞാൻ ത്രോസ് ഡിക്ലറേഷൻ കൊടുക്കുകയാണ്, അതായത് ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഈ റീഡ് ഫയലിന്റെ മാത്രം വെച്ചിട്ട് പറയാം. ഇനി ഇപ്പൊ ഇത് നമ്മൾ സേവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ എന്റെ പ്രോജക്റ്റിൽ ഇപ്പൊ എന്റെ മൊഡ്യൂൾ ഞാൻ കഴിഞ്ഞു. ഇപ്പൊ ഈ രണ്ടാമത് വർക്ക് ചെയ്യുന്ന ആള് എന്റെ ഫയലിൽ നിന്ന് അവർക്ക് കുറച്ച് കണ്ടന്റ്സ് റീഡ് ചെയ്യണം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ റീഡ് ഫയലിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കും അല്ലെ. അപ്പോ റീഡ് ഫയൽ r=new അതേ ഡോട്ട് ഫംഗ്ഷനെ വിളിക്കും അല്ലെ. അപ്പോ r റീഡ് ഫയലിന് വിളിച്ചു. ഓക്കെ, ഇനി റൈറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ r റൈറ്റ് ഫയൽ. ഓക്കെ, അപ്പൊ ഇത് 2 ചെയ്തപ്പോൾ ഇവിടെ ഒരു എറർ വരുന്നുണ്ട്. അതിന് 2 ഫിക്സും പറയുന്നുണ്ട്. ഒന്നുകിൽ ത്രോസ് ഡിക്ലറേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ സറൗണ്ട് വിത്ത് ട്രൈ ക്യാച്ച്. ഇപ്പൊ ഞാൻ ഈ ത്രോസ് ഡിക്ലറേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ 2 ഫിക്സ് പറയുമ്പോൾ ചിലർ ത്രോസ് കൊടുക്കും. ഇപ്പൊ എന്താണ് ഈ ത്രോസ് കൊടുക്കുമ്പോൾ വരുന്ന കുഴപ്പം എന്ന് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ റീഡും റൈറ്റും ചെയ്തു. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു സിസ് ഔട്ടിൽ കൊടുക്കുകയാണ് ഇൻ നെയിം. ഓക്കെ, ഇനി ഇത് കൂടാതെ എനിക്ക്
കോഡും ഞാനിവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യം ഇത് രണ്ടും ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കോഡ് എക്സിക്യൂട്ട് ആവാൻ. അപ്പൊ ഞാൻ ഇത് റൺ ചെയ്യാണ്. അപ്പൊ ഇത് റൺ ചെയ്തപ്പോ ഫയലിൽ നിന്ന് റീഡ് ചെയ്തു. ഇപ്പൊ എന്റെ ad.txt എന്ന് പറഞ്ഞ ഫയലിലെ കണ്ടന്റ് ആണ് ഇതൊക്കെ. അതെല്ലാം റീഡ് ചെയ്തു. അതിനുശേഷം ഞാൻ in main എന്ന് കൊടുത്തത് എക്സിക്യൂട്ട് ആയി. മനസ്സിലായോ? അപ്പൊ ഇവിടെ എക്സെപ്ഷൻ ഒന്നും വന്നിട്ടില്ല. കാരണം എന്താ, ആ ഫയൽ അവിടെ ഉണ്ടായിരുന്നു ad.txt. ഇനി ഡെസ്ക്ടോപ്പിൽ ഈ പറയുന്ന ഫയൽ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ ഫയൽ നെയിം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് റൺ ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പൊ അതായത് റൺ ചെയ്തപ്പോ ഈ പ്രോഗ്രാം അബ്നോർമലി ടെർമിനേറ്റ് ആയി. അതായത് ഇങ്ങനൊരു ഫയൽ ഇല്ല, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ വന്നു. ഇത് അബ്നോർമലി ടെർമിനേറ്റ് ആയി എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇൻ മെയിൻ എന്ന് കൊടുത്ത് ഇവിടെ പ്രിന്റ് ആയിട്ടില്ല. എക്സെപ്ഷൻ ഒക്കർ ചെയ്തപ്പോ തന്നെ അത് ടെർമിനേറ്റ് ആയി. മനസ്സിലായോ? അതിന് ശേഷമുള്ള കോഡ് എന്ത് തന്നെ ആയാലും അത് പ്രിന്റ് ആയിട്ടില്ല. പിടികിട്ടിയല്ലോ? അതുകൊണ്ടാണ് അത് അബ്നോർമലി ടെർമിനേറ്റ് ആയി എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഈ ത്രോസ് കൊടുക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം. ത്രോസ് നമ്മൾ ഒരിക്കലും മെയിൻ മെത്തേഡിന്റെ കൂടെ കൊടുക്കുന്നത് അത്ര പ്രിഫറബിൾ അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെയിൻ മെത്തേഡിനെ വിളിക്കുന്നത് ആരാണ്? നമ്മുടെ JVM ആണ് മെയിൻ മെത്തേഡിനെ കോൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് ഡീഫോൾട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലറിന് പാസ് ചെയ്യും. അപ്പൊ ഇത് പ്രോഗ്രാം അബ്നോർമലി ടെർമിനേറ്റ് ആവും. പിടികിട്ടിയല്ലോ? അപ്പൊ ഈ ത്രോസ് കൊടുക്കുമ്പോൾ ഉള്ള വിഷയം എന്താന്ന് വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള കോഡ് അബ്നോർമൽ ടെർമിനേഷൻ വന്നുകൊണ്ട് അത് എക്സിക്യൂട്ട് ആവത്തില്ല. ഇനിയിപ്പൊ നമുക്ക് ഇതൊന്ന് കളഞ്ഞിട്ട് ട്രൈ ക്യാച്ച് കൊടുത്ത് നോക്കാം എന്ത് പറ്റും എന്നുള്ളത്. അപ്പോ ഇവിടെ വരുമ്പോ സറൗണ്ട് വിത്ത് ട്രൈ ക്യാച്ച് ഇവിടെയും കൊടുക്കുക, ഇവിടെയും സറൗണ്ട് വിത്ത് ട്രൈ ക്യാച്ച് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ട്രൈക്കകത്ത് ഞാൻ ആ ഫംഗ്ഷനെ റീഡ് ചെയ്തു, ക്യാച്ചിനകത്ത് ആ എക്സെപ്ഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം ഇവിടെ ഉള്ള ഫയലിലേയും കൊടുക്കാം. ad.txt എന്ന് പറഞ്ഞ ഫയൽ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെ എക്സിക്യൂട്ട് ആവും നോക്കാം. ഇതപ്പോ എക്സെപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സാധാ പോലെ അതാ എക്സിക്യൂട്ട് ആയി. അതിനുശേഷം ഇൻ മെയിൻ പ്രിന്റ് ആയി. ഇനിയിപ്പോ ഇല്ലാത്ത ഒരു ഫയൽ നെയിം കൊടുക്കാം. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ഫയൽ നെയിം ചേഞ്ച് ചെയ്യാണ്. ഇവിടെ ഇല്ലാത്ത ഒരു ഫയൽ നെയിം ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഇതാ കണ്ടോ, ഇതാ ഇവിടെ ഇങ്ങനൊരു ടെക്സ്റ്റ് ഫയൽ ഇല്ല. അപ്പൊ ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ വന്നു. പക്ഷെ നമ്മുടെ മെയിൻ എന്നുള്ളത് എക്സിക്യൂട്ട് ആയി. അപ്പൊ ട്രൈ ക്യാച്ചിൽ കൊടുത്താലുള്ള ഗുണം ഇതാണ്. അതായത് അങ്ങനെ ഒരു എക്സെപ്ഷൻ വന്നപ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഏത് കോഡ് ഉണ്ടെങ്കിലും അത് എക്സിക്യൂട്ട് ആയിക്കോളും. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ മെയിൻ മെത്തേഡിന്റെ കൂടെ കഴിവതും ത്രോസ് പ്രിഫറബിൾ അല്ല. തെറ്റല്ലെങ്കിലും അത് പ്രിഫറബിൾ അല്ല. മനസ്സിലായല്ലോ? ഒരു എക്സെപ്ഷൻ വന്നു കഴിയുമ്പോൾ ഒരു അബ്നോർമൽ ടെർമിനേഷൻ വരും. അതാണ് ത്രോസിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്. പിടികിട്ടിയല്ലോ? അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.